ഉദ്ദിത, ദൈവമേ, രക്ഷക, സമാധാനമേ, സായൂജ്യ തീർത്ഥം എന്ന സ്ഥലം കുടിവെള്ള ക്ഷാമത്തിൽ വളരെ ബുദ്ധിമുട്ടി പിടിച്ച ഒരു സ്ഥലമാണ്. അത്ര നല്ല പ്യൂരിറ്റിയുള്ള വെള്ളം അവിടെ കുടിക്കാനില്ല. എന്നാലാകട്ടെ ആ സ്ഥലത്തിലൂടെ 10 കിലോമീറ്ററോളം നടന്നിട്ട് വേണം പല പ്രധാനപ്പെട്ട സ്ഥലത്തിലേക്കുള്ള വാഹനങ്ങൾ ലഭിക്കാനുള്ളത്. അപ്പോൾ ആ സ്ഥലത്തെത്തുമ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് ദാഹിച്ച് വിഷമിച്ചിരിക്കും. ഈ കാര്യം മനസ്സിലാക്കിയ കൃഷ്ണേട്ടനും ജോസഫ് ചേട്ടനും മുഹമ്മദ് കാക്കയും ഒരുമിച്ച് ചേർന്ന് ഒരു നല്ല ഫിൽറ്റർ അവിടെ സ്ഥാപിച്ചു. പലരും ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആ വെള്ളം കുടിച്ചിട്ട് പലരും പറയുന്നത് എത്ര രുചിയുള്ള വെള്ളമാണ്, നല്ല സമാധാനം ലഭിക്കുന്നുണ്ട് ആ വെള്ളം കുടിക്കുമ്പോൾ, ദാഹം പിന്നീട് ഉണ്ടാകുന്നില്ല, ക്ഷീണമൊക്കെ നന്നായിട്ട് മാറുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി കുറേ കൂടെ നടന്നിട്ട് അവരുടെ വാഹനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള വഴി എത്തിച്ചേരുന്നു. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിൻ്റെ പ്രത്യേകത വളരെ ശുദ്ധി നിറഞ്ഞ വെള്ളം നൽകുന്നതും അതോടൊപ്പം എല്ലാവർക്കും നല്ല സമാധാനവും അതോടൊപ്പം തന്നെ ദാഹം മാറുന്ന തരത്തിലുള്ള വെള്ളം ലഭിക്കുന്ന ഒരു ഫിൽറ്ററാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഫിൽറ്റർ വലിയൊരു പാഠം നൽകുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതം തന്നെയാണ് ഓരോ ഫിൽറ്റർ. ഓരോ വ്യക്തിയും ഓരോ ഫിൽറ്ററാണ്. മറ്റുള്ളവർക്ക് ഈ ഫിൽറ്ററിലൂടെ നല്ല കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ എത്രയോ അനുഗ്രഹമായി തീരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചു നോക്കുക, നമ്മളെ നയിക്കുന്ന ആധ്യാത്മിക നേതാക്കന്മാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും എത്രത്തോളം വിശുദ്ധി നിറഞ്ഞതും അതോടൊപ്പം തന്നെ നന്മ നിറഞ്ഞതുമായ മനുഷ്യരാണ്. നല്ല തരത്തിലുള്ള ഫിൽറ്റർ ആണെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം നല്ല മൂല്യങ്ങൾ ലഭിക്കും, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്ഥാപിക്കും, അവരുടെ പ്രശ്നങ്ങൾ ഇല്ലാതായിത്തീരും, അവർക്ക് നല്ല അറിവ് ലഭിക്കും, ജ്ഞാനം ലഭിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തികളാണെങ്കിൽ നമുക്ക് ആധ്യാത്മികമായിട്ടും ഭൗതികമായും നമ്മുടെ ഭാഗങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ എത്രയോ നന്നായി നിറവേറും, അത് പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ നമ്മളെ നയിക്കുന്ന ഇടയന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും കുറേ കൂടി നല്ല രീതിയിലാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. കുറവുകളും അതുപോലെ തന്നെ ബലഹീനതയും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് നല്ല തരത്തിലുള്ള വചനം അല്ലെങ്കിൽ ജലം അല്ലെങ്കിൽ വഴികൾ അല്ലെങ്കിൽ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള നല്ല ഫിൽറ്ററായി തീരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.